വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. ഓരോരുത്തരും ജനിച്ചിട്ടുള്ള ആ കുലം, അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ മാറ്റിവെച്ച് അവരവർ ജനിച്ചിട്ടുള്ളതായ കുലത്തിൻ്റെ ആ കുലത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അതെന്ത് തന്നെയായാലും അത് അവരുടെ കാരണന്മാര് അച്ഛൻ, അച്ചാച്ചൻ, മുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്നായ അത് പ്രാർത്ഥനയായാലും കർമ്മക്രിയകളായാലും മാന്ത്രികപരമായിട്ടുള്ളായാലും മറ്റേത് വിശ്വാസമായാലും അത് നിലനിർത്തി പോകേണ്ടത് ആ മുത്തച്ഛൻ്റെ താവഴിയിൽപ്പെട്ടുള്ളതായ മക്കള്, അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കൾ വരെ ഉണ്ട് വെച്ചെങ്കിൽ നാളെ ഉണ്ടാകുന്ന മക്കൾക്കും ആ അവരുടേതായ അനുഷ്ഠാനങ്ങൾ അത് ദൈവികമായിട്ട് വെച്ച് ആരാധിക്കുന്നതോ പൂജിക്കുന്നതോ അത് അത്രയും ചെയ്താൽ മതി. അതിന് നിലനിർത്തി പോകേണ്ടത് അതാത് തറവാടുകളിലെ അതാത് കുടുംബങ്ങളിലെ മക്കളോ അതിന് വേണ്ടപ്പെട്ടവര്, അത്രയും വേണ്ടപ്പെട്ടവര് അതിന് ഉപേക്ഷിക്കാതെ കൃത്യമായിട്ട് ആചരിച്ചു പോകുന്നില്ലെങ്കിൽ ഒരുപാട് അനർത്ഥങ്ങൾ ആ ലഗ്നാദിയുള്ള കുടുംബത്തേക്കോ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്കോ ഇപ്പൊ കണ്ടില്ലെങ്കിൽ പിന്നായാലും ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിട്ട് വരുന്നതാണ് കാണുന്നത്. ഇനി ഇപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിമോ ആണെങ്കിലും അവരുടെ തലമുറകൾ എന്ത് ചെയ്തിരുന്നു, ആ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ നിസ്കാരം, നോമ്പ്, പ്രാർത്ഥന, കുംഭസാരം ഇത്യാദി കാര്യങ്ങൾ അവരായിട്ടും അനുഷ്ഠിച്ചു വന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ആകുമ്പോഴേക്കിനും ഒരുപാട് ദുരിതങ്ങൾ അവരും അനുഭവിക്കേണ്ടി വരുന്നു. അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ജപം, പ്രാർത്ഥനകൾ, അത് കാരണം ഒരുപാട് ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പൈസയൊന്നും കിട്ടില്ല. പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ദൈവത്തിനെ വെച്ച് പൂജിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ്. എന്നാൽ ഈ കുടുംബത്തിന്റെ പലരും ദൈവത്തിനെ ആശ്രയിക്കാതെ പൂജിക്കാതെ ഇതിൽ പങ്കെടുക്കാതെ നടക്കുന്നുണ്ട്. അവരൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്ന ലെവലിൽ നിൽക്കുന്നവരാണ്. എന്താ അങ്ങനെ രണ്ട് ഭാഗം കാണുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതുപോലെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് ദൈവത്തിന് പൂജിച്ചില്ലെങ്കിലും പൂജിച്ചാലും അവർക്ക് ധനം ഉണ്ടാവുന്നവർക്കൊക്കെ ഉണ്ടാകാം. ഇവിടെ ദൈവത്തിന് ധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൂജിക്കുന്നതല്ല, ഇത് അവരുടെ തലമുറകളായിട്ട് ആചരിച്ച് കൈമാറി വന്നിരുന്ന ദൈവശക്തിനെ നമ്മളും അത് ആചരിക്കുന്നു. അത് ഒരിക്കലും അത് ഇല്ല എന്ന് പെട്ടെന്ന് വെക്കാനായിട്ട് കഴിയില്ല. ഒരു കുടുംബത്തിലെ ആമക്കളും പെൺമക്കളും എല്ലാം നശിച്ചു അന്നം മുടിഞ്ഞു പോവാന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ പാകില്ല. അപ്പോൾ അതിനെ ആ സ്ഥലമുള്ള നിൽക്കുന്ന ആളുകള്, ആ സ്ഥലത്ത് വരുന്ന ആളുകള്, അതിന് ബന്ധപ്പെട്ട ആളുകള് തുടർന്നും അതിനെ ആചരിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരായിട്ട് വരുന്നു. ആ ആചരിക്കാതെ അവർക്ക് ആ മണ്ണിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് കണ്ടുവരുന്നത് പല കുടുംബങ്ങളിലും പല വ്യക്തികൾക്കും. ഇനി അവരുടെ സമ്മതപ്രകാരം അതിനൊക്കെ ഒരു പ്രശ്നം വെച്ച് ചിന്തിച്ച് ആ ദൈവങ്ങളുടെ സമ്മതപ്രകാരം ഇനി ഇവിടെ ഇരിക്കണ്ട, കാരണം ഇതിനെ ഉപാസിച്ചു കൊണ്ടുവന്നവരും അതിന് വേണ്ടപ്പെട്ട മക്കളും മക്കളുടെ മക്കളൊക്കെ കാലം ചെയ്തു പോയി. ഇനിയുള്ളവർ മറ്റവരുടെ കയ്യിലേക്ക് അവർക്ക് അവരുടേതായ ആചാര വിശ്വാസം അനുസരിച്ച് ഇതിനെ ജോയിന്റ് ആകില്ലെങ്കിൽ ഇത് ഇവിടുന്ന് നീക്കം ചെയ്യാം എന്ന് പ്രശ്നത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാം. അതങ്ങനെ മാറ്റിയാലും പിന്നീട് വരുന്നത് ഇവരല്ല, വേറെ ആളുകളാണ് അതിൽ വരുന്നത് വെച്ചെങ്കിൽ അവിടെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ ഇപ്പൊ ദൈവത്തിന് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് നമ്മൾ പലരും പറയും ഇപ്പൊ ഇത് എന്തിനാ ചെയ്യുന്നത്, ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടോ. ഒക്കെ ശരി, നമ്മള് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് തെളിവ് എന്താണ് ചോദിക്കലോ പറയലോ അല്ല. ഇവിടെ ഓരോ കുടുംബത്തിലും പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ ദൈവസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓരോ അനർത്ഥങ്ങൾ വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ രോഗം വരുന്ന പോലെ തന്നെ ഒരാൾക്ക് വരുന്ന രോഗാവില്ല പലർക്കും വരിക. ചിലപ്പോൾ പലർക്കും വരുന്ന രോഗങ്ങൾ പരന്ന് പിടിക്കാറുണ്ട്. എങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്യുമ്പോഴാണ് ആ രോഗത്തിനൊരു അറുതി വരിക. അതെന്ത് രോഗമായാലും. അപ്പൊ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് രോഗത്തിന്റെ മറ്റേ ഇഞ്ചക്ഷൻ ഒന്നും അടിച്ച കാര്യമില്ല. അത് നല്ല ഇപ്പോ മറ്റേ ഈ പനികള് പടർന്നു പിടിക്കുന്ന പനികളുണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടൊക്കെ ഉണ്ട്.
ഇതൊക്കെ ഉണ്ടായില്ല അതിന് മന്ത്രവാദം ചെയ്തിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കണം. അപ്പൊ ഈ രോഗത്തിനോ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതില്ല എന്ന് വെക്കാൻ പറ്റില്ല. അത് സംഗതി തീർച്ചയായിട്ടും ഉണ്ട്. അത് കിട്ടുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ അവരുടെ വ്യക്തികളുടെ ദുരിതങ്ങള് കാണുമ്പോഴോ കേൾക്കുമ്പോഴാണ് അതിനെ അതുണ്ട് അല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുമ്പോ ഇതിന് ബന്ധമില്ലാത്തൊരു കാര്യം പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലാണത്. അപ്പൊ അവിടെ ഒരു വീട്ടില് അവരുടെ ഭർത്താവ് മരിച്ചു, മക്കളുണ്ട്. ഇപ്പൊ ഒരു 4 മാസങ്ങളായിട്ടുള്ളൂ. ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയായി കഴിഞ്ഞാല് ഈ അമ്മ അവിടെ കിടക്കുന്നുണ്ടാവും, അത് അവരുടെ വീട്ടിലുണ്ടാകും. മക്കളൊക്കെ റൂമിൽ കയറി വാതിലടച്ച് കിടക്കും. ഈ വാതിലും വന്നിട്ട് അങ്ങോട്ട് ചവിട്ടുക, അല്ലെങ്കിൽ ഓടി കയറുക, ചാടുക, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുക, അല്ലെങ്കിൽ ഓടി വന്നിട്ട് ഈ അമ്മയുടെ മേത്ത വീഴുക. ആ ശക്തി അങ്ങനെ കുറേ നേരം. അതേപോലെ തന്നെ വവ്വാല് വീടിൻ്റെ ഉള്ളിലേക്ക് വരിക, ദുരിതങ്ങള്, ഓളിയിട്ട് കരയുക പെണ്ണിന്റെ പേര് വിളിച്ച് രാത്രി 12 മണി കഴിഞ്ഞ് നേരം വിളക്കണ വരെ തന്നെ അംഗം. അപ്പൊ അത് എന്താ സംഭവം എന്ന് വെച്ചാല് ഈ വീട്ടില് ഹാളില് ആണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചിട്ടുള്ളത്, ഭർത്താവ്. അപ്പൊ അതിന്റെ ശല്യം കൊണ്ട് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. 2 മക്കളുണ്ടായിരുന്നൊരു മാൻ വേറെ മാറിപ്പോയി വീട്ടിലത്തെ ശല്യം കാരണം. ഒരുത്തിരി വേറെ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ അമ്മ മാത്രം പുറത്തായി. പുറത്തെന്ന് പറഞ്ഞാല് ഹാളില്. അത് വന്നു കഴിഞ്ഞ് രാത്രി ഇതാണ്. എന്നിട്ട് ഓടിയിട്ട് കരയുക. ഒരു അമ്പലത്തിൽ പോയിട്ട് കിടക്കുക, വീട്ടിൽ കിടക്കാൻ പറ്റാണ്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കിടക്കുക. അപ്പൊ അത് വിഷമമുണ്ടാകുന്ന സാഹചര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിശാചായാലും ശരി ദൈവമായാലും ശരി ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവിക ശക്തി ഇല്ലെങ്കിൽ പൈശാചിക ശക്തി എന്തായാലും കുടിയേറും. അപ്പൊ പൈശാചിക ശക്തികൾ വന്നു കഴിഞ്ഞാൽ ദൈവിക ശക്തിക്ക് ഒരു മങ്ങലേൽക്കും തീർച്ചയായിട്ടും. അതിൻ്റെതായ സ്വതന്ത്രമായിട്ടുള്ള ഒരുപാട് ശക്തികളുണ്ട് പിശാചിനെ. അതിനെ ഒതുക്കി തീർക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിൽ പറ്റുമ്പോൾ ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അവരുടേതായ ധർമ്മദൈവാദികൾക്കും അതിന് ക്ഷീണങ്ങൾ ഉണ്ടാകും. ഇനി മന്ത്രസ്ഥാനത്ത് വെച്ച് ആരാധിക്കുന്നതായ സാന്നിധ്യങ്ങളൊക്കെ ഉള്ള ദൈവസ്ഥാനത്ത് തെറ്റില്ലാതെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നതാണ്, തെറ്റില്ലാതെ പൂജകൾ ചെയ്തു കൊണ്ടുവരുന്നതാണ്. അവരുടെ തറവാട്ടുകാരും അതേപോലെ തന്നെ പല ആളുകളും വന്നിരുന്നതാണ്. ഇനി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചരട് ജപിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ മുട്ടിറക്കലോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ മാന്ത്രിക ക്രിയകൾ കൊടുക്കലോ, ഭസ്മം ജപിച്ചു കൊടുക്കലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായാലും കുറെ ആളുകൾ വരുന്നതാണ് അവിടേക്ക്. അല്ലെങ്കിൽ ഈ ദൈവത്തിനെ വെച്ച് പൂജിക്കുന്നതുകൊണ്ട് വേറെ ആരും വരുന്നില്ല, അദ്ദേഹം തന്നെ ആഴ്ചകളിലോ മാസങ്ങളിലോ കൃത്യമായിട്ടുള്ള ചുറ്റുവിളക്കും കഴിക്കുന്നു, പായസം വയ്ക്കുന്നു, ദൈവത്തിനെ ആചരിക്കുന്നു. എല്ലാവരും ഒരു മക്കളൊക്കെ ചേർന്നിട്ട് അങ്ങനെ ചെയ്യുന്നൊരു കുടുംബമായാലും ശരി, ഇവരുടെ എതിർകക്ഷികൾ ആ തറവാട്ടിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകളായാലും ശരി, അവരെത്ര വലുതായോ, അവരിതിനെ ഇവിടെ പൂജിക്കുന്നതുകൊണ്ടാണ് അവര് വലിയ ആളുകളാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് പേരുണ്ടാവുന്നത് ഇതുകൊണ്ടാണ്. ഇതുണ്ടാവാൻ പാടില്ല എന്നുള്ളതായ കാര്യങ്ങളെ കൊണ്ട് ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവർത്തികളോ ബന്ധനങ്ങളോ അഴിച്ചുവിടുമ്പോ, അല്ലെങ്കിൽ ഇവർക്കെതിരെ വിടുമ്പോ ആ വരുന്ന ദൈവശക്തികളിലെ അത് വരുന്നവർ ഇവരെക്കാട്ടും ശക്തരാണെങ്കിൽ ആ പ്രവൃത്തിയുടെ കടുപ്പം കൊണ്ട് ഇതിൻ്റെതായ ദൈവിക ശക്തിനെ മങ്ങലേൽക്കും. ആ മങ്ങലേൽക്കുമ്പോൾ പിന്നെ മാന്ത്രികപരമായിട്ട് ചെയ്യുന്ന എന്തൊരു കർമ്മങ്ങളും അതിന്റെ ദുരിതങ്ങൾ ഈ ദൈവങ്ങൾക്ക് വരാനായിട്ട് തുടങ്ങും. ദൈവങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ ദൈവങ്ങളും വിളിച്ചാൽ വിളി കേൾക്കാണ്ട്, കാര്യങ്ങൾ ചെയ്യാണ്ട്, പൂജിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കാൻ പറ്റാണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ബന്ധനങ്ങളായിട്ട് വരും. പിന്നെ തീരെ അത് ഒരു 4 കാലം ഒടിഞ്ഞ ഈ മറ്റൊരു പെര പോലെ 4 കാലുമിലാവും നിൽക്കുന്നുണ്ടാവുക. അത് ഒടിഞ്ഞ എങ്ങനെയാവും, അത് കുത്തുമറിഞ്ഞു വീഴും. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ദൈവത്തിനെ പൂജിച്ചുകൊണ്ട് പൈസ ഉണ്ടാവണില്ല എന്ന്. അപ്പൊ ദൈവത്തിനെ പൂജിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മുടെ ധർമ്മമാണ്. അത് പൂർവികരായിട്ട് കൈമാറി വരുന്നുണ്ട്, അത് ചെയ്യാം. അത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവണത്. നമുക്ക് പണിയും കാര്യങ്ങളിലും ശമ്പളമുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റ് ശമ്പളം അല്ലെങ്കിലും അധിക വേതനം ഇല്ലെങ്കിലും കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ദുരിതമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ്. അങ്ങനെ അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അവരെ പിണക്കില്ലാതെ അവരെ കൃത്യമായിട്ട് ആചരിക്കുക. ഇവർക്ക് ചിലപ്പോ വലിയ അടിയവും കിട്ടുക, ആ അടിക്ക് തടയുണ്ടാവില്ല. കാരണം ഇവർ ദൈവങ്ങൾ വിശ്വസിക്കണമില്ല, ആചരിക്കണമില്ല. ഇവർക്ക് സാമ്പത്തികം ഉണ്ടാവുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് വരുന്ന അഹങ്കാരം വരിക. അഹങ്കാരം ദൈവങ്ങളോട് പുച്ഛ ഉണ്ടാവുക. ദൈവത്തിനെ പൂജിക്കുന്ന ആളുകളോടും വളരെയധികം മോശമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും. ഈ ദൈവങ്ങളൊക്കെ പൂജിക്കണം, നിങ്ങൾ ഏത് യുഗത്തിലെ താമസിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് പള്ളികളോ മോസ്കുകളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ ഉണ്ടാവില്ല. കാരണം
വിശ്വാസം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വിശ്വസിക്കേണ്ടതായ കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ വിശ്വസിക്കുന്നത്. വിശ്വസിക്കാതിരിക്കാനും നമുക്കുള്ള എല്ലാ അവകാശമുണ്ട്. അവർക്ക് വിശ്വസിക്കേണ്ട വേണ്ട. പക്ഷെ ഓരോരുത്തരും വിശ്വാസം ഉണ്ടാവില്ല, പരസ്യമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർ ആചരിക്കാണ്ടിരിക്കില്ല. കാരണം അവരുടെ ധർമ്മദൈവങ്ങൾ ആ കുലത്തുനിന്ന് വന്നിട്ടുള്ളതാണ് അദ്ദേഹം. ആ ധർമ്മദൈവങ്ങൾ ക്ഷീണാവസ്ഥ വരുമ്പോൾ അത് അദ്ദേഹത്തിന് സഹിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പറഞ്ഞ പോലെ തന്നെ മറ്റ് ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് നല്ല ഐശ്വര്യം, സമാധാനം, സമ്പത്ത് ഇത്യാദികളൊക്കെ ഉണ്ടായിരിക്കും. വലിയ ധനവാനായില്ലെങ്കിലും ചെറുവാക കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ദുരിതങ്ങൾ കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ആശുപത്രിക്ക് വരികയാണ്, ആശുപത്രി കൊടുക്കേണ്ട പൈസ ഉള്ളത് ആശുപത്രിക്ക് പോവാണ്, മരുന്ന് മേടിക്കാനുള്ളതാണ്, ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ടോ നല്ല രുചിയുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുള്ള പൈസ കഴിയണം, അങ്ങനെയും വരാം. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുന്ന ആശുപത്രിക്ക് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ദൈവത്തിനെ പൂജിക്കുന്ന ഈ കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു അവർക്ക് വലിയ അല്ലലും ആപത്തൊന്നും ഇല്ലാതെ പട്ടിണിയായാലും പരവിട്ടായാലും ആശുപത്രിക്ക് പോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ ദുരിതങ്ങൾ വരാം, കാലദോഷങ്ങളെ കൊണ്ടുവരാം, ജലദോഷം വരാം, പനി വരാം, തലവേദന വരാം, എല്ലാം വരാം. അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. അത് ആർക്കും കാലാവസ്ഥ മാറുമ്പോൾ, ഈ കൂടുതൽ കാറ്റടിക്കുമ്പോൾ, തണുപ്പടിക്കുമ്പോൾ, മഴ കൊള്ളുമ്പോൾ ഒക്കെ വരാവുന്നൊരു അവസ്ഥകളാണ്. അപ്പൊ അതും ഇതൊന്നും ആയിട്ട് കൂട്ടി കെട്ടിയിട്ട് കാര്യമില്ല. ഇവര് പൂജിക്കുന്നുണ്ട്, ഇയാൾ പനിയായിട്ട് കിടക്കാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാൽ രോഗമില്ലാത്ത രോഗത്തിന് അതൊരുപാട് ചികിത്സിച്ച് ആശുപത്രികളൊക്കെ മാറി മാറി പോകുമ്പോൾ അവിടെ ചെന്നിട്ടും വലിയ വലിയ ആശുപത്രികളിൽ ചെല്ലുമ്പോഴും കൃത്യമായിട്ട് രോഗവിവരം അറിയാതിരിക്കുമ്പോൾ ആ ഡോക്ടർമാർ തന്നെ അവര് പറയും നിങ്ങൾക്ക് രോഗമല്ല, ഈ വ്യക്തിക്ക് രോഗമല്ല, ഞങ്ങൾ ചികിത്സിച്ചു, ഒരുപാട് മരുന്നുകൾ മാറ്റി മാറ്റി കൊടുത്തു, അത് അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ എന്താണെങ്കിൽ അത് ചെയ്തു നോക്കൂ എന്ന് മനസാക്ഷിയുള്ള ചില ആളുകൾ പറയും. ചിലവരെ കൊന്നിട്ട് ആണ് വിടുക. കാരണം അതല്ലെങ്കിൽ ഇത് മരുന്നല്ലെങ്കിൽ അത്, അങ്ങനെ അവർ ചെയ്തുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവസാനം അത് പോയതിന് ശേഷമാവും നോക്കുക. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മനസാക്ഷിയുള്ള ചില ഡോക്ടർമാരുണ്ട്. അവർ പറയും നിങ്ങൾ ഇന്നമാതിരി വഴിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ജോത്സ്യന്റെ അവിടുത്തെ പൊക്കോ ഒരു മന്ത്രവാദിനെ ചെന്ന് കാണുന്ന ഒരു ശരണുണ്ടാക്കുന്നൊന്നും അവർ പറയില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജാതി അല്ലെങ്കിൽ നിങ്ങളുടെ കുലത്തിലെ വംശത്തിൽ എങ്ങനെ വിശ്വാസമുള്ളവരുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വഴിയിൽ ചിന്തിച്ചു നോക്കിയുള്ളൂ എന്ന് പറയാനായിട്ട് അവർ ധൈര്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കുലദൈവം, നമ്മൾ ജനിച്ചിട്ടുള്ള കുലം, അതാണ് ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ ആ ദൈവത്തിനെ നമ്മൾ നിലനിർത്തേണ്ടത് ഓരോരോ മക്കളുടെയും ധർമ്മമാണ്. നമ്മുടെ അച്ഛനായിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെ അച്ചാച്ചനായിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ അച്ഛനെ വിശ്വാസം ഉണ്ടാകില്ല, അച്ഛനെ വിശ്വാസം ഇല്ലെങ്കിൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടാകില്ല. അപ്പൊ എങ്കിലും ഇതിലൊക്കെ ഏതെങ്കിലും നമ്മുടെ തലമുറകളിലുള്ള മുതുമുത്തച്ഛന്മാരുടെ ജന്മാന്തരങ്ങൾ അവരുടേതായ ആ ഒരു ആത്മാവിന്റെ അല്ലെങ്കിൽ പിറവിയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അച്ഛനും അച്ചാച്ചനും വിശ്വാസം ഇല്ലെങ്കിൽ ആ മകൻ ചിലപ്പോൾ ഈ റൂട്ടിലേക്കാവും വരിക. ഇവരെ അതിന് അദ്ദേഹവും സംരക്ഷിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദുരിതങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന അശുദ്ധികൾ അല്ലെങ്കിൽ നാശപ്പെട്ട് കിടക്കുന്ന ദൈവസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാവുക. കല്യാണം കഴിഞ്ഞ് മക്കളും കുടുംബങ്ങളും കുട്ടികളൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഓരോരോ പ്രശ്നങ്ങൾ വരിക. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും പ്രശ്നം വെക്കുമ്പോൾ ആണ് പറയാം നിങ്ങളുടെ ധർമ്മദൈവങ്ങളുടെ ദുരിതത്തിലാണ്. ആ ധർമ്മദൈവങ്ങളുടെ ദുരിതത്തിലെ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ ശത്രുദോഷങ്ങളോ മറ്റു പ്രേത ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ധർമ്മദൈവാദികളുടെ ദുരിതങ്ങളെ തീർത്ത് അവരെ കൃത്യമായിട്ട് ആചരിച്ചോളൂ, ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകും എന്നൊരു ജ്യോത്സ്യൻ പറയുമ്പോഴോ അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടത്തുനിന്ന് കയറി വരുമ്പോൾ ആ സമയത്താണ് ഒരു ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം അതിന് തയ്യാറായിട്ട് വരും. അങ്ങനെയാണ് പലരും ഇന്ന് നടന്നു വരുന്നത്. അപ്പൊ ആ ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞു ചിലവർക്ക് അറിയില്ല എവിടെയാണ് നമ്മുടെ കുടുംബം, എവിടെയാണ് നമ്മുടെ തറവാട്. ആ തറവാട്ടിൽ നിന്ന് വിട്ടുപോന്നിട്ട് ഒരുപാട് കാലങ്ങളായി. നമ്മള് ഒരുപാട് സ്റ്റേറ്റുകൾ അപ്പുറമാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടുള്ളത് ഏതൊരു മണ്ണില്, നമ്മൾ താമസിക്കുന്ന ഏതൊരു മണ്ണില്, ജോലിയുടെ പരമായിട്ടോ അല്ലെങ്കിൽ അച്ചാച്ചന്മാര് അല്ലെങ്കിൽ അച്ഛനായിട്ടോ ഏതെങ്കിലും കാരണവശാൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ വേറെ സ്ഥലത്ത് വന്ന് കുടിയേറി താമസിക്കുന്നവരൊക്കെ ആയിരിക്കാം. അവർക്ക് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം അവരങ്ങനെ സെറ്റപ്പായിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പരിധി വരെ അങ്ങനെ വിട്ടുപോകേണ്ട ഒരു ആവശ്യം വരില്ല. അങ്ങനെ വരുമ്പോഴാണ് ദുരിതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ചിലവര് പല മറ്റു വിശ്വാസങ്ങളിലേക്ക് അവര്
ചേക്കേറും. കാരണം ദുരിതങ്ങൾ വരുമ്പോൾ ആ ദുരിതത്തിന് മറികടക്കാൻ അവർക്ക് ആവുന്നില്ല. വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ രോഗങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ ചികിത്സകൾ ചെയ്യുന്നു. എന്നിട്ടും സമാധാനമില്ലാത്ത അന്തരീക്ഷം വരുമ്പോൾ അവർ ഇത് പറഞ്ഞ പോലെ തന്നെ അവരുടേതായൊരു മതമോ അവരുടേതായ ആളുകളോ ആണെന്ന് ഏതാണ് വ്യക്തികൾ വെച്ചെങ്കിൽ ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറയാൻ മടിയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ കൂട്ടിച്ചേരാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ജാതി എന്നുള്ളത് അവർ മറ്റുള്ളവരോട് പറയില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവര് ഇത് സഹിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് അവർ ചേക്കേറിപ്പോകും. ഇനി അവിടെ വെച്ചിട്ട് അവർ കർമ്മങ്ങൾ എന്തെങ്കിലും നോക്കി അറിയുമ്പോഴാണ് അതിന് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിനെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ബോധ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുത്തച്ഛന്മാരും ആയിട്ട് കൊണ്ടുവന്നിരുന്നായ ധർമ്മദൈവങ്ങളുണ്ട്, അതിന് നല്ല ഭഗവതിയാണ്, അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയാണ്, അല്ലെങ്കിൽ ഭുവനേശ്വരിയാണ്, അല്ലെങ്കിൽ ചാത്തനാണ്, അല്ലെങ്കിൽ കരിങ്കുട്ടിയാണ്, അല്ലെങ്കിൽ ഗുളികനാണ്, നാഗങ്ങളാണ്, അല്ലെങ്കിൽ വീരഭദ്രനാണ്, ഖണ്ഡാകർണനാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നുകിൽ പറയും അവരെ സ്മരിച്ചുകൊണ്ട് വീട്ടിൽ എന്നും കുളിച്ച് ഒരു വിളക്ക് വെക്കുക, അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ഒരു കർമ്മങ്ങൾ ചെയ്യുക. മാസത്തിലൊരിക്കലും വർഷത്തിലൊരിക്കൽ പത്മം ഇട്ടിട്ട് അവർക്ക് കർമ്മം കൊടുക്കുക. നിത്യം അവരെ വിളിക്കുക, പ്രാർത്ഥിക്കുക, വിളക്ക് വെക്കുക. അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്ത് തന്നെ ഒരു തുണ്ടം സ്ഥലത്ത് ഒരു തറ കെട്ടിയിട്ട്, ഒരു ചെറിയ തറ കെട്ടിയിട്ട് ആ തറയിൽ ഇവർ പറയുന്നതായ കൂടുതൽ വിഷമങ്ങളുള്ളതായ ചൊവ്വേനോ ചാത്തനോ കരിങ്കുട്ടിക്കോ അല്ലെങ്കിൽ മുത്തച്ഛനോ ആർക്കാണെങ്കിലും അവിടെ സ്ഥാനം കണ്ട് കുടിവെച്ച് ആരാധിക്കുന്നതോട് കൂടിയിട്ടാവും ചിലപ്പോൾ ഈ ദുരിതങ്ങളൊക്കെ വിട്ടുമാറുക. അപ്പോ അങ്ങനെ ചിലവർ തയ്യാറാവും. ചിലവര് അത് മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടായാലോ എന്നുള്ളത്, കാരണം അവർക്ക് താമസിക്കുക VIP കോളനിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ദൈവത്തിനെ പൂജിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല, എല്ലാവർക്കും ഇഷ്ടമായില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഇവന്റെ വിശ്വാസത്തിൽ അവർ ചിലപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അവര് ഭയങ്കരമായിട്ട് ദൈവത്തിനൊക്കെ വെച്ച് പൂജിക്കുന്ന ആളുകളാ, വിളക്ക് വെക്കുന്നു, മണിയടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളാണ്, ചില ആളുകൾക്കാണ് അതങ്ങനെ ഒരു അനർത്ഥമായിട്ട് തോന്നുക, വിഷമമായിട്ട് തോന്നുക. അവർ കണ്ടു കഴിഞ്ഞ നാണക്കേടാവുന്നു. അവർക്കും നാണക്കേട്ടില്ല, അവർക്ക് ബഹുമാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പല കുടുംബക്കാരും അതിനെ പൂജിക്കാതെ ആചരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം എന്നതെന്ന് മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ അതിൽ മോശപ്പെട്ടതല്ലേ, നമുക്ക് തെറ്റില്ലാത്തൊരു ജോലിയുണ്ട്, തെറ്റില്ലാത്ത ശമ്പളമുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം ചെയ്യുമ്പോൾ അത് നാണക്കേടല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ എങ്ങനെ വന്നാലും അവരുടേതായ ധർമ്മദൈവങ്ങളതായ തുണയില്ലാത്തത് കൊണ്ട് അവരുടെ ധർമ്മദൈവങ്ങളെ ശാപങ്ങള് വരുമ്പോഴും ഈ ആളുകൾക്ക് പറഞ്ഞ പോലുള്ളതായ ഗതികളോ പുരോഗതികളോ അല്ലെങ്കിൽ കല്യാണം കഴിയാണ്ട് നിൽക്കുക, കഴിച്ച മക്കൾക്ക് അല്ലെങ്കിൽ മക്കളില്ലാണ്ടിരിക്കുക, മക്കളുണ്ടായി കഴിഞ്ഞാൽ അവര് സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വികലാംഗനായിട്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ദുരിതങ്ങൾ വിടാതെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പൊ ഇതിനെ മറികടക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്നുകിൽ അവരെ കുടിവെച്ച് ആചരിക്കുക, അല്ലെങ്കിൽ അവരെ സങ്കല്പിച്ച് വിളക്ക് വെച്ച് നിത്യം വിളക്ക് വയ്ക്കുക, കുളിച്ചിട്ട് അവർക്കൊരു ഭാഗം ഒരു സ്വല്പ സ്ഥലം മാറ്റിയിട്ട് അവിടെ വിളക്ക് വയ്ക്കൽ പൂവിടുക, ഗുരുമുത്തച്ഛന്മാരും ധർമ്മദൈവാദികളും മന്ത്രമൂർത്തികളൊക്കെ സ്മരിച്ചുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ അങ്ങനെ ഒരു നിവേദ്യം വയ്ക്കൽ, പായസമൊക്കെ വെക്കാൻ പറ്റും സൗകര്യം. അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം വയ്ക്കാം, അല്ലെങ്കിൽ നിത്യം വയ്ക്കാൻ പറ്റും, വളരെ വിശേഷമായി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതൽ അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇന്ന് വിശ്വാസമുള്ള സ്ത്രീകളും ഒരുപാട് ഇതുപോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനെ വെച്ച് പൂജിക്കുന്നവരുണ്ട്, ചാത്തനെ വെച്ച് പൂജിക്കുന്നവരുണ്ട്. അവർക്ക് പേടിയൊന്നുമില്ല, ആ ദൈവത്തിനെയാണെന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലുണ്ട്, ബോധ്യം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അമാവാസിക്ക് കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, കോഴീനെ കലശം ചെയ്തിട്ട് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ പായസം വെച്ച് നിവേദിക്കാറുണ്ട്, പലഹാരങ്ങൾ അവർക്ക് ദേവന് സമർപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗുണം അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, തയ്യാറാകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരാൾക്കും ദ്രോഹം വരാൻ പ്രാർത്ഥിക്കാതിരിക്കുക, നന്മകൾക്ക് വേണ്ടി, നന്മ
എല്ലാവർക്കും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നന്മകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സും തെളിഞ്ഞു വരും. ഒരാളോട് ദ്രോഹം ഉണ്ടാവില്ല. അതിന്റെ ഫലമായിട്ട് തന്നെ നമുക്കും ആ നന്മകൾ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ ഇങ്ങനൊക്കെ ആ ദൈവദേവന്മാരെ കഷ്ടപ്പെടുത്താതെ, അവരെ ദുരിതങ്ങൾ ഏൽപ്പിക്കാതെ, അവരെ നശിച്ചു പോകാത്ത തരത്തില്, അതേപോലെ തന്നെ അവരുടെ കുടുംബ നാലാം വേടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കൾക്ക് കൃത്യമായിട്ടുള്ളതായ മോക്ഷം കിട്ടാത്ത അവസ്ഥയിൽ ചില ദുരിതങ്ങൾ വരും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അവരെ ഗതി വരുത്തുക, കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. പ്രേതാത്മാക്കൾക്ക് തുലാമാസിലെ ഭാവനെ, കർക്കിടമാസിലെ ഭാവനൊക്കെ ബലിതർപ്പണങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ കുറെ ദുരിതങ്ങൾ, അനർത്ഥങ്ങളൊക്കെ മാറും. പിന്നെ ദൈവത്തിനെ കൂടി വെച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടിയും അവർ സെറ്റപ്പായിട്ട് വരും. അപ്പൊ ഇതെല്ലാം അറിയാത്തതായ ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അറിയാത്തവർ. ഞാൻ പറഞ്ഞല്ലോ, തറവാടായിട്ട് വീടായിട്ട് ബന്ധമില്ലാത്തവർ, കാർന്നന്മാരായിട്ട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളായിട്ട് അകലച്ചോടുകൂടി മാറി നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ എന്ത് ദുരിതാനർത്ഥങ്ങളുണ്ടാവുക. അപ്പൊ അവരെ ആ അതേപോലുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ ആചരിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളതായ ദോഷങ്ങളോ ദുരിതങ്ങളോ, അത് ഞാൻ പറഞ്ഞു, രോഗമില്ലാത്ത രോഗങ്ങൾക്ക് വരുമ്പോൾ, കാരണമില്ലാത്ത രോഗങ്ങൾ പല കാര്യങ്ങളെ കൊണ്ടും വരാം. അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലാതെ മറ്റു തരങ്ങളെ കൊണ്ടും ദുരിതങ്ങൾ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കൊപ്പം തന്നെ ധർമ്മദൈവാദികളോടുകൂടുള്ളതായ പ്രാർത്ഥന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ദുരിതങ്ങളുണ്ട് വെച്ച് മാറ്റിക്കഴിഞ്ഞാലാണ് ചിലപ്പോൾ ചെയ്യുന്നതായ മരുന്ന് വരെ ശരീരത്തിലേക്ക് ഫലിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാക്ക് കേട്ട് നല്ല രൂപത്തിൽ അവരെ ധർമ്മദൈവാദികളൊക്കെ സംരക്ഷിച്ച് അവരുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് നല്ല രൂപത്തിലാക്കാനും അവരെ ആചരിക്കാനും, അതേപോലെ തന്നെ ഇതൊരു അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ട് വീട്ടിലും നാട്ടിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴികളല്ല പറയുന്നത്. നമ്മുടെ ദൈവത്തിനെ പൂജിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ദൈവത്തിനെ പൂജിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വാക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.